46 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഉമാ തോമസ് എം.എൽ.എ ആശുപത്രി വിട്ടു. നട്ടെല്ലിലെ പരുക്കുകൾ പൂർണ്ണമായും ഭേദപ്പെട്ട എം.എൽ.എക്ക് 1 മാസം കൂടി വിശ്രമം വേണ്ടിവരും. അപകടത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സഹായിച്ച എല്ലാവർക്കും ഉമാ തോമസ് എം.എൽ.എ നന്ദി അറിയിച്ചു. ഡിസംബർ 29-നാണ് കലൂർ സ്റ്റേഡിയത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേജിൽ നിന്ന് വീണ് എം.എൽ.എക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. 46 ദിവസമാണ് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. നട്ടെല്ലിലെ പരിക്കുകൾ പൂർണ്ണമായി ഭേദപ്പെട്ടു. ഉമാ തോമസ് എം.എൽ.എയുടേത് അത്ഭുതകരമായ രക്ഷപ്പെടലാണെന്ന് ഡോക്ടർമാർ. എല്ലാവരുടെയും സഹകരണത്തോടെയും ആയിരുന്നു ഈ ഒരു ജേണി. ഒരു വല്ലാത്തൊരു ജേണി ആയിരുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ ചേച്ചിനെ കാണേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അത്ഭുത രക്ഷപ്പെടൽ ഞാൻ ഇപ്പോഴും അത് തന്നെ പറയാം. ഇറ്റ് ഈസ് എ മിറക്കിൾ. മന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് സുഖവിവരം തിരക്കി. ഡോക്ടർമാരും നഴ്സുമാരും തന്നെ ചേർത്തുപിടിച്ചെന്നു പറഞ്ഞ എം.എൽ.എ എല്ലാവരോടും നന്ദി അറിയിച്ചു. ഇത് ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്സ് എൻ്റെ വലുതും ഇടതും ഇരിക്കുന്ന ഉണ്ണി ഡോക്ടറിൻ്റെയും അതേപോലെ MD ഇത് നയിക്കുന്ന MD കൃഷ്ണദാസിൻ്റെയും അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ വിജയമാണ്. അതുപോലെ ഡോക്ടേഴ്സ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ പരിപാലിച്ചിരുന്ന നഴ്സസ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ടീം, അതുപോലെ തന്നെ അല്ലാത്ത സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഇനി പീറ്ററേട്ടൻ ഭക്ഷണം കൊണ്ട് തരുന്നത് കൃത്യമായി തരുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ നന്നായിട്ട് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു. തലച്ചോറിനേറ്റ ക്ഷതവും ശ്വാസകോശത്തിനു പുറത്തെ നീർക്കെട്ടുമായിരുന്നു പ്രധാന പ്രശ്നം. നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.